നമസ്കാരം. പിന്നിട്ട ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട 100 വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോർട്ട് ന്യൂസ് ഒരുക്കുന്ന 100 ന്യൂസ് റീക്യാപ്പ് എന്ന വാർത്താ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. വാർത്തകളിലേക്ക്. വാടകപ്പള്ളി പാലാടിയിൽ യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ പോയ വധശ്രമ കേസ് പ്രതികളടക്കം 3 പേരെ കൊടൈക്കനാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മണലൂർ പാണ്ടാരൻ വീട്ടിൽ പവൻദാസ്, വിളക്കേത്ത് വീട്ടിൽ വിഷ്ണുദേവ്, പാലാടി തണ്ടയിൽ വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. 2 ഒഡീഷ സ്വദേശികൾ പിടിയിലായി. യസന്തൻ, മീഹർ പ്രധാൻ എന്നിവരാണ് പിടിയിലായത്. അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം വിനോദസഞ്ചാരികളുടെ വാൻ തകർത്തു. വാഴച്ചാൽ മലക്കപ്പാറ റോഡിലാണ് സംഭവം. പട്ടാമ്പിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന സംഘത്തിന്റെ വാനാണ് ആക്രമിച്ചത്. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറന്റുമായി എത്തിയ പോലീസിനെ കണ്ട് കുളത്തിൽ ചാടിയ വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസ് പ്രതിയെ പിടികൂടി. കൊടുങ്ങല്ലൂർ എസ്എൻപുരം സ്വദേശി വടക്കൻ വീട്ടിൽ ആഷിഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി മുരിങ്ങൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തിയ പൂജാരി പോലീസ് പിടിയിലായി. കണ്ണൂർ അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ കെ അശ്വരാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച അതിഥി തൊഴിലാളി കുറ്റം സമ്മതിച്ചു. കുറ്റൂരിൽ നെയ്തലക്കാവിൽ പ്രവാസി വ്യവസായി കെ വി മോഹനന്റെ വീട്ടിൽ നിന്ന് 1.5 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ച വീട്ടുജോലിക്കാരനായ അതിഥി തൊഴിലാളി കൊൽക്കത്തക്കാരൻ കച്ച് ഷേഖാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചത്. പെരുമ്പാവൂരിൽ നിന്ന് പൂനെയിലേക്ക് പ്ലൈവുഡായി പോയിരുന്ന ലോറി നിയന്ത്രണം തെറ്റിമറിഞ്ഞു. ചന്ദ്രാപിന്നി സെന്ററിന് സമീപത്തായിരുന്നു അപകടം. കൊല്ലം സ്വദേശി ആനന്ദവും സഹായിയുമാണ് ലോറിയിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. 15 വയസ്സുകാരിയെ മാനഹാനി ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. പെരിങ്ങോട്ടുകര കിഴക്കുമുറി സ്വദേശി വാഴപ്പുരയ്ക്കൽ വീട്ടിൽ അനുക്കുട്ടനാണ് പിടിയിലായത്. MDMAയുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും പിടിയിൽ. എടത്തിരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശി വലിയകത്ത് വീട്ടിൽ ഫസീല എന്നിവരെയാണ് പിടികൂടിയത്. 83 വയസ്സുള്ള വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അണ്ണല്ലൂർ പഴൂക്കര സ്വദേശി കുടിലിങ്കൽ വീട്ടിൽ അനിൽ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിന്റു മഹാദേവിനെ തേടി BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. കൂർക്കഞ്ചേരി സ്വദേശിനിയുടെ വീട്ടിൽ നിന്നും 30,000 രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പാലക്കാട് ചെമ്മണംതോട് സ്വദേശിനികളായ ദേവി, തങ്ക എന്നിവരാണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ശാന്തിക്കാരൻ പിടിയിൽ. കുന്നത്തങ്ങാടി ചെങ്ങട്ടിൽ വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ഠാണാവിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് ഇടിച്ചു കയറി അപകടം. മാളയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വന്നിരുന്ന ചീനിക്കാസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയമവിരുദ്ധമായി അമിത പലിശയ്ക്ക് പണം നൽകിയ നന്ദിപുലം സ്വദേശി പോലീസ് പിടിയിൽ. നന്ദിപുലം കരുമാലി വീട്ടിൽ ദിലീപിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി ശ്രീകൃഷ്ണപുരം മൂർത്തിയിടം സുധാകരൻ നമ്പൂതിരി ചുമതലയേറ്റു. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി. 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞു മരിച്ചു. കുന്നംകുളം താഴ്വാരത്താണ് സംഭവം. അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ 90 ദിവസം പ്രായമുള്ള പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണപ്പെട്ടത് എന്നാണ് നിഗമനം. ചെടിച്ചട്ടി ഓർഡർ നൽകാൻ 10,000 കൈക്കൂലി വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ പിടിയിൽ. CITU സംസ്ഥാന കമ്മിറ്റി അംഗമായ കുട്ടമണി KN ആണ് വിജിലൻസിന്റെ പിടിയിലായത്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി. ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരൻ പരിയാരം സ്വദേശിയായ കൈതയിൽ KK ഷാജു നടത്തുന്ന ലോട്ടറി സെന്ററിലാണ് മോഷണം നടന്നത്. സ്ത്രീധന പീഡന മരണക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വരാക്കര പൂക്കോട് സ്വദേശിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരിദാസ് എന്നയാളെയാണ് അന്വേഷണ സംഘം പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ സുഹൈൽ എന്ന് വിളിക്കുന്ന സിജിൽ രാജിനെയും ഷൈജു എന്ന് വിളിക്കുന്ന ഷൈജു മോനെയും ജയിലിലാക്കി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്.
അക്രമാസക്തനായ യുവാവിനെ പിടികൂടുന്നതിനിടയിൽ ചാവക്കാട് 2 പോലീസുകാർക്ക് കുത്തേറ്റു. SI ശരത്, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. മണത്തല സ്വദേശി നിസാറാണ് ആക്രമിച്ചത്. കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും വലയും നഷ്ടമായി. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് വലയും മീനും നഷ്ടപ്പെട്ടത്. വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ജോലിസ്ഥലത്തും താമസിക്കുന്ന വാടക വീട്ടിലും വന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തയാൾ അറസ്റ്റിൽ. കറുകുത്തി സ്വദേശി പൈനിങ്കൽ വീട്ടിൽ ദിനേശിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം ചളിങ്ങാട് സെന്റ് ജോസഫ് പള്ളിയിലെ മോഷണം. പ്രതി മുറ്റിച്ചൂർ സ്വദേശി പിടിയിൽ. പള്ളിയിലെ നേർച്ചപ്പെട്ടികളിൽ നിന്ന് ഏകദേശം 40,000 രൂപയോളം കളവ് ചെയ്ത അന്തിക്കാട് മുറ്റിച്ചൂർ കുരുകാപീടിക വീട്ടിൽ സജീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പം ലുലു മോൾ സന്ദർശിക്കാനായി പോയ യുവതി ബൈക്ക് അപകടത്തിൽ മരിച്ചു. ചാലക്കുടി പോട്ട ഞാറക്കൽ വീട്ടിൽ സുദേവന്റെ മകൾ അനഘയാണ് മരിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് വരന്തരപ്പള്ളിയിലേക്ക് വന്നിരുന്ന ഭുവനേശ്വരി അമ്മ ബസിൽ എതിരെ വന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. മറ്റത്തൂർ ഇത്തുപ്പാടത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 17-കാരി മരിച്ചു. ഇത്തുപ്പാടം കരിയാത്ത് വീട്ടിൽ ഷാജിയുടെ മകൾ നിരഞ്ജനയാണ് മരിച്ചത്. അതിരപ്പള്ളി വാച്ചുമരത്ത് കാട്ടാനക്കൂട്ടം വിനോദസഞ്ചാരികളുടെ വാഹനം തകർത്തു. തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട കാറാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. അങ്കമാലി സ്വദേശികളുടേതായിരുന്നു വാഹനം. SI അടക്കം 3 പോലീസുകാരെയും സഹോദരനെയും കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചാവക്കാട് ബേബി റോഡിലുള്ള ചക്കര വീട്ടിൽ നിസാർ അമീർ എന്നയാളെയാണ് ചാവക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത്. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച് കലാമണ്ഡലവും കഥകളിയും. കലാമണ്ഡലത്തിൽ കഥകളി ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി. കൊല്ലം അഞ്ചൽ പനച്ചുവിള തേജസ്സിൽ വീട്ടിൽ നിസാം അമ്മാസിന്റെയും അനിസയുടെയും മകളായ സാബ്രിയാണ് അരങ്ങേറ്റം നടത്തിയത്. പുതുക്കാട് മണ്ഡലത്തിലെ 40,000 വനിതകളെ കൃഷിയിലേക്ക് എത്തിക്കുക എന്ന ആശയത്തോടെ നടപ്പിലാക്കി വരുന്ന പൊലിമ പുതുക്കാടിന്റെ 7ാം ഘട്ട പുരസ്കാര വിതരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാർ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി പിടിയിൽ. ചാലക്കുടി മുരിങ്ങൂരിൽ താമസിക്കുന്ന കൊല്ലം കാരിക്കോട് സ്വദേശി മുണ്ടോളിത്താഴത്തിൽ വീട്ടിൽ അഖിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. നായരമ്പലം സ്വദേശി കൂട്ടത്തറ വീട്ടിൽ അഭിജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത ഏങ്ങണ്ടിയൂരിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് രോഗി മരിച്ചു. അപകടത്തിൽ സഹോദരിക്കും ആംബുലൻസ് ഓടിച്ചിരുന്ന മകനും പരിക്കേറ്റു. ഏങ്ങണ്ടിയൂർ പോളയ്ക്കൽ തുഷാര ക്ലബിന് സമീപം ആറുകെട്ടി സുഷമയാണ് മരിച്ചത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ഗുണ്ടാ നേതാവിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികൾ കുറ്റക്കാരെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻ കോടതി കണ്ടെത്തി. 7-ന് ശിക്ഷ വിധിക്കും. കാട്ടൂർ കടവ് നന്ദിലത്ത് പറമ്പിൽ വീട്ടിൽ ദർശൻ കുമാർ, കരാഞ്ചിറ ചെമ്പാമ്പള്ളി വീട്ടിൽ നിഖിൽ ദാസ്, ഒളരി നങ്ങേലി വീട്ടിൽ ശരത്, ചൊവ്വൂർ കള്ളിയത്ത് വീട്ടിൽ രാകേഷ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ R ഇളങ്കോയാണ് ചുമതല കൈമാറിയത്. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. അടിച്ചുൽത്തൊട്ടി ഉന്നതിയിലെ ചിലമ്പന്റെ ഭാര്യ 40 വയസ്സുള്ള യശോദയ്ക്കാണ് പരിക്കേറ്റത്. അലാം ചതിച്ചു. തൃശൂരിലെ ജ്വല്ലറിയിലും പൂങ്കുന്നത്തെ ATMിലും കവർച്ചാ ശ്രമം നടത്തിയ കള്ളൻ കുടുങ്ങി. പേരാമംഗലം സ്വദേശിയായ ജിൻഡോയാണ് അറസ്റ്റിലായത്. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചു. യുവാവിനെ കൊലപ്പെടുത്തിയ സമാനമായി 2 കൊല നടത്തിയ പ്രതി പിടിയിൽ. കുന്നംകുളത്താണ് സംഭവം. സെക്യൂരിറ്റി ജീവനക്കാരനായ 62 വയസ്സുള്ള സണ്ണിയാണ് അറസ്റ്റിലായത്. ചാലക്കുടി അതിരപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് തീപിടിച്ച് കാറിനകത്തുണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛന് വെട്ടേറ്റ സംഭവത്തിൽ മകന്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. മുത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിൽ 34 വയസ്സുള്ള വിഷ്ണുവിന്റെ പേരിലാണ് കേസ്.
വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. കാളക്കല്ല് പുളിഞ്ചോട് കണ്ണമ്പുള്ളി വിനോദിന്റെ മകൻ 23 വയസ്സുള്ള നവീനാണ് മരിച്ചത്. മണ്ണംപേട്ടയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭർതൃമാതാവിന് പിന്നാലെ മരുമകളും മരിച്ചു. കരുവാപ്പടി തെക്കേക്കര പൊഴലിപ്പറമ്പിൽ വിൽസൺ ഭാര്യ ലീനയും ലീനയുടെ ഭർത്താവ് വിൽസന്റെ മാതാവ് തെക്കേക്കര ചിറ്റിലപ്പള്ളി പറമ്പിൽ മേരിയുമാണ് മരിച്ചത്. കലുങ്ക് സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്നും ദുരനുഭവമുണ്ടായ പുള്ളിലെ തായാട്ട് കൊച്ചു വേലായുധന് CPIM നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഭാര്യയെയും അവരുടെ മാതാപിതാക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പൂലാനി സ്വദേശി ഞാറക്കൽ വീട്ടിൽ സുജിത്തിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പിതാവിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മാള CI സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തു. വൈന്തല തൈക്കൂട്ടം സ്വദേശി ശ്രീഹരിയെയാണ് പോലീസ് പിടികൂടിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പൊറത്തുശ്ശേരി ശാഖയിലേക്ക് നിക്ഷേപകൻ പെട്രോൾ ഒഴിച്ചു. പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയ പൊറത്തുശ്ശേരി സ്വദേശി കൂത്തുപാലക്കൽ സുരേഷാണ് ആക്രമണം നടത്തിയത്. ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചു. തൃശൂർ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ മധ്യപ്രദേശിൽ നിന്ന് പിടികൂടി. മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ധ്രുവയെയാണ് പോലീസ് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത മധ്യപ്രദേശ് സ്വദേശിനിയായ അതിജീവിതയെ കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇടുക്കി ജില്ലയിലെ കല്ലുപാലം എസ്റ്റേറ്റിലുള്ള വീട്ടിൽ താമസിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കിയതാണ് സംഭവം. കാണാതായ ആൺകുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ നിന്ന് കണ്ടെത്തി. വട്ടേക്കാട് സ്വദേശി കണ്ടരാശ്ശേരി വീട്ടിൽ സുബൈറിന്റെ മകൻ മുഹമ്മദ് റസലിനെയാണ് മുങ്ങി മരിച്ച നിലയിൽ പള്ളിക്കുളത്തിൽ കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മരവിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് 1 വർഷത്തേക്കാണ് നിയന്ത്രണം. ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കടത്തുമായി ബന്ധപ്പെട്ട് പാലിയേക്കരയിലെ ബാഡ് ബോയ് വേൾഡ് എന്ന വർക്ക്ഷോപ്പിലും സംഘം പരിശോധന നടത്തി. പോക്സോ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ 60കാരൻ വീണ്ടും പോക്സോ കേസിൽ പിടിയിൽ. പാഞ്ഞാൾ സ്വദേശി കുമാരനാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. വലപ്പാട് സ്വദേശി തേർപ്പറമ്പിൽ വീട്ടിൽ അജീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മകനുമായി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ തൊട്ടുപിന്നിൽ അമിത വേഗത്തിൽ വന്ന കാറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തിരുമുടിക്കുന്ന സുഗതി തെക്കിനിയത്ത് ഫ്രാൻസിസ് ഭാര്യ ഷൈനിയാണ് മരിച്ചത്. ആനന്ദപുരം സ്വദേശിയായ 17കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ക്രിമിനൽ കേസ് പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ നെല്ലായി സ്വദേശി ഗോകുൽ ചാമി അറസ്റ്റിൽ. കോടാലിയിൽ ബാറിൽ വെച്ച് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. മുപ്ലിയം വെള്ളാരംപാടം സ്വദേശി അപ്പോഴം വീട്ടിൽ വിഷ്ണുലാലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി കണ്ടംകുളത്തി വീട്ടിൽ അലൻ കെ ലാൽസനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്യാൻസർ രോഗികൾക്ക് KSRTC യാത്ര സൗജന്യം. പ്രഖ്യാപനവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വീടിനുള്ളിൽ സൂക്ഷിച്ച 1.5 പവന്റെ സ്വർണ്ണവളയും 10,000 രൂപയും കാണാതായി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കള്ളൻ പിടിയിൽ. നിരവധി മോഷണക്കേസിൽ പ്രതിയായ പടിഞ്ഞാറത്തറ കുപ്പാടിത്തറ കുന്നത്ത് വീട്ടിൽ K ഇജിലാലിനെയാണ് പനമരം പോലീസ് പിടികൂടിയത്. പോലീസിനെ വെട്ടിച്ച് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. രാസലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് കൈവിലങ്ങണിയിച്ച ജിനു ജോസാണ് പോലീസിനെ തള്ളിമാറ്റി രക്ഷപ്പെട്ടത്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. അപകടത്തിൽ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞു നിന്ന നിലയിലായിരുന്നു. എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവെപ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. പതിയാരം നീർത്താട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തുന്ന പശുവാണ് പേയിളകി ചത്തത്. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരനായ കാളീശ്വരനാണ് ആക്രമണത്തിന് ഇരയായത്. ഗുരുവായൂരിൽ തെരുവനായ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുറ്റത്ത് ജോലി എടുക്കുന്നതിനിടെയാണ് 52 വയസ്സുള്ള വാഹിദ എന്ന വീട്ടമ്മയെ നായ ആക്രമിച്ചത്.
ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് വീണ് അപകടം. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മദ്യപാനത്തിനിടെ തർക്കം. തമിഴ്നാട്ടിലെ കമ്പത്ത് ജോലിക്കെത്തിയ മലയാളിയായ തൊഴിലാളിയെ ചുറ്റിക്കടിച്ച് കൊലപ്പെടുത്തി. 44-കാരനായ തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. ഗൂഡല്ലൂർ MGR കോളനിയിലെ ഉദയകുമാറാണ് കൊലപ്പെടുത്തിയത്. മദ്യപിച്ച് ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറീസ സ്വദേശി 29 വയസ്സുള്ള ധരംബീർ സിംഗ് ആണ് അറസ്റ്റിലായത്. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 2 മരണം. തമിഴ്നാട് മേഖലയിലാണ് സംഭവം. മുത്തശ്ശിയും 2.5 വയസ്സുകാരിയുമായ കുഞ്ഞിനുമാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഫസല, ഹേമശ്രീ എന്നിവരാണ് മരിച്ചത്. ദേശീയപാത ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി പന്തല്ലൂർ കാരണത്ത് വീട്ടിൽ ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. ദേശീയപാതയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. നെന്മണിക്കര വലിയ പറമ്പിൽ വീട്ടിൽ 81 വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത്. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി മുടവൻകാട്ടിൽ വീട്ടിൽ അൻഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആനക്കോട്ടയിൽ ചരിഞ്ഞ കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട്. 2 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തു. 2ാം പാപ്പാൻ ജി ഗോകുൽ, 3ാം പാപ്പാൻ KA സത്യൻ എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റർ OB അരുൺ സസ്പെൻഡ് ചെയ്തത്. വീട്ടിൽ അതിക്രമിച്ചു കയറി റിട്ടയേർഡ് അധ്യാപികയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ യുവാവും യുവതിയും അറസ്റ്റിൽ. പുത്തൻചിറ കൊല്ലംപറമ്പിൽ 77 വയസ്സുള്ള ജയശ്രീയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത്. സംഭവത്തിൽ അയൽവാസി ചോമാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള ആദിത്, ഇയാളുടെ പെൺസുഹൃത്ത് പട്ടേപ്പാടം സ്വദേശിനി തരൂപ്പടികയിൽ വീട്ടിൽ 19 വയസ്സുള്ള ഫാത്തിമ തസ്നി എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മുളകുപൊടി എറിഞ്ഞ് 4 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുണ്ടാ സഹോദരങ്ങൾ പിടിയിൽ. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട നിജോ, സഹോദരൻ നെൽസൺ എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. മലക്കപ്പാറയിലും വാൽപ്പാറയിലും വീണ്ടും കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. കേരള ചെക്ക് പോസ്റ്റിനടുത്തുള്ള മുരുകൻ എന്നയാളുടെ കടയാണ് ആനക്കൂട്ടം തകർത്തത്. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജം നൽകി 15,000 രൂപ തട്ടിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള തേജസ് എന്നയാളുടെ ലോട്ടറി കടയിലാണ് തട്ടിപ്പ് നടന്നത്. ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചില്ലറ നൽകും. പണം എണ്ണുന്നതിനിടയിൽ കൗണ്ടറിലെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പണം അടങ്ങിയ പെട്ടി മോഷ്ടിച്ച് കടന്നു കളയുന്ന പ്രതി പിടിയിൽ. തൃശൂർ ചാടൂർ സ്വദേശി തെക്കിനിയേടത്ത് സന്തോഷ് കുമാറാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ പിടികൂടി. പത്തനംതിട്ട തിരുവല്ല കമ്മലത്തകിടി സ്വദേശി പാണങ്കാലയിൽ വീട്ടിൽ സച്ചു എന്നയാളെയാണ് അന്വേഷണ സംഘം തിരുവല്ലയിലുള്ള വീട്ടിൽ നിന്നും പിടികൂടിയത്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. പാപ്പിനിവട്ടം വലിയകത്ത് വീട്ടിൽ ഫജൈർ സൈദ് സലാം എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. ചേർപ്പ് ഇഞ്ചുമുടി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ മിഥുനയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെളുത്തൂർ കുന്നത്തങ്ങാടി സ്വദേശി ചിറ്റൂർ വീട്ടിൽ റെനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. മാരക രാസലഹരിയായ 108 ഗ്രാം MDMA-യുമായി വധശ്രമ കേസിലെ പ്രതിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പൊന്നാനി സ്വദേശിയും പൊടി ഫിറോസ് എന്നറിയപ്പെടുന്ന മൊയിന്റകത്ത് വീട്ടിൽ ഫിറോസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലേക്ക് പോയ വയോധിക പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ വത്സലയാണ് മരിച്ചത്. വീട് കയറി ആക്രമണം. ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KSEB-യുടെ മീറ്റർ ബോർഡും അടിച്ചു തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. ചേർപ്പ് ചൊവ്വൂർ സ്വദേശി പെരുമ്പിളിശ്ശേരി വീട്ടിൽ ശ്രീനാഥിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിനോദസഞ്ചാരികൾക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി അനുവദിച്ച ഡബിൾ ഡെക്കർ ബസ് തൃശൂരിലെത്തി. തൃശൂർ നഗരക്കാഴ്ചകൾ എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുക. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ.
മലക്കപ്പാറ പെരുമ്പറ ഉന്നതി പുത്തൻവീട് വീട്ടിൽ മണികണ്ഠൻ എന്നയാളെയാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ പിടിയിൽ. വടക്കൂടൻ വിൽസൺ, പൂവത്തിങ്കൽ റമീസ്, പുതുരുത്തി കോമാട്ടിൽ സഞ്ജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുടയിൽ നിർത്തിയിട്ടിരുന്ന വാഹനം നിരങ്ങി നീങ്ങി കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. ഇരിങ്ങാലക്കുട തൃശൂർ റോഡിൽ മാർവൽ ജംഗ്ഷന് സമീപമുള്ള സ്പെയർ പാർട്സ് കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ച ട്രാവലർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി പോട്ട സ്വദേശിയായ യുവ ഡോക്ടർ തായ്ലൻഡ് സന്ദർശനത്തിനിടയിൽ മുങ്ങി മരിച്ചു. തച്ചുടപ്പറമ്പ് മുണ്ടക്കത്ത് പറമ്പിൽ വീട്ടിൽ സദാനന്ദന്റെ മകൻ ഡോക്ടർ രാഹുലാണ് മരിച്ചത്. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് വ്യവസ്ഥകളോടെ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. വെള്ളിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വെള്ളിക്കുളങ്ങര മോതിരക്കണ്ണി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ ഡെയ്സൺ ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയെ കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയായ ബസ്സിലെ കണ്ടക്ടർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ സജീവനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 27-കാരന് 50 വർഷം കഠിന തടവും 2,50,000 രൂപ പിഴയും. മണത്തല പുത്തൻ കടപ്പുറം ദേശത്ത് പണിക്ക വീട്ടിൽ ജംഷീറിനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജ് ശിക്ഷിച്ചത്. മാളയിലെ ബാറിൽ വെച്ച് 2 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പൂച്ചാണ്ടി സുരേഷ് പിടിയിൽ. പത്തനംതിട്ട പള്ളിക്കൽ സ്വദേശി അയണവിള പുത്തൻ വീട്ടിൽ അഭിലാഷ് രാജിനെയും സുഹൃത്തായ കൊല്ലം സ്വദേശി അനിൽ കുമാറിനെയുമാണ് പൂച്ചാണ്ടി സുരേഷ് തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കൊടകര മറ്റത്തൂർക്കുന്ന് ഏറന്നൂർ മനയിലെ ED പ്രസാദ് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ആറേശ്വരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ചാലക്കുടിയിൽ ഇഡലിത്തട്ടിൽ വിരൽ കുടുങ്ങിയ കുഞ്ഞിന് രക്ഷകരായി ഫയർഫോഴ്സ്. ചാലക്കുടി സ്വദേശികളായ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വിരലാണ് ഇഡലിത്തട്ടിൽ കുടുങ്ങിയത്. നിരവധി കേസുകളിൽ പ്രതിയായ വരന്തരപ്പള്ളി കരയാൻപാടം സ്വദേശിയെ കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചു. വരന്തരപ്പള്ളി മാട്ടിൽ കരയാമ്പാടം ദേശത്ത് മംഗലം വീട്ടിൽ വിനീതിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് റീക്യാപ്പ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.